അല്പം വൈകിയാണെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ച ചോദ്യം ഈഴവ സമൂഹത്തിലെയും ഈ കേരളത്തെയും ഭാരതത്തെയും സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ഈ സമൂഹം സംരക്ഷിക്കണമെന്ന്, ഇവിടെ ശാന്തി ഉണ്ടാവണമെന്ന് വിശ്വസിക്കുന്നവർക്ക് അവരുടെ മനസ്സിൽ കൊള്ളുന്ന ചോദ്യമാണ്. അവരും പലരും സൂക്ഷിച്ചോ, നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ട് എന്ന് പരസ്യമായി പച്ച മലയാളത്തിൽ കേരളത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് സമീപനമാണ് സ്വീകരിച്ചത് സുഹൃത്തെ? നിങ്ങൾ എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? അതേ മുദ്രാവാക്യം കോഴിക്കോട് വീണ്ടും വിളിക്കാൻ അവർക്ക് നിങ്ങൾ പിന്തുണ കൊടുത്തത് കൊണ്ടല്ലേ, അവർക്ക് മൗന അനുവാദം കൊടുത്തത് കൊണ്ടല്ലേ, അവരെ നിങ്ങൾ നിങ്ങളുടെ ചേരിയിൽ കൊണ്ടുവരാൻ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും അവരുമായി സഖ്യമുണ്ടാക്കിയത് കൊണ്ടല്ലേ? ഇതൊക്കെ നാട്ടിലെ ജനങ്ങൾ അറിയില്ല എന്ന് ധരിക്കരുത്. ഈഴവാദി പിന്നോക്ക വിഭാഗത്തിലെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട സംവരണം, അവർക്ക് മാത്രം കിട്ടേണ്ട സംവരണം ഈ ഇന്ത്യയിൽ അനിൽ നമ്പ്യാർ അത് വളരെ കൃത്യമായ ഒരു ചർച്ചയായി കൊണ്ടുവരേണ്ടത്. ഈ ഇന്ത്യയിൽ OBC സംവരണത്തിൽ മുസ്ലിം സമൂഹത്തിന് സംവരണം കൊണ്ടുവരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ആർക്കാണ് സംവരണം വേണ്ടത്? പാവപ്പെട്ടവനാണ്. കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമാണത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത് കാലാകാലങ്ങളായിട്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പിന്നോക്കക്കാർക്ക് കൊടുക്കേണ്ടതാണ് സംവരണം. ആ സംവരണത്തെ നിങ്ങൾ ഈ കേരളം ഒരു സംഘടിത സമുദായത്തിനും കൂടി കൊടുത്തു. ഇതൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ ഇതുവരെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം നിങ്ങളുടെ തൊഴിലാളിയുടെ പേര് പറഞ്ഞു, മതേതരത്വത്തിന്റെ പേര് പറഞ്ഞു, വർഗസമരത്തിന്റെ പേര് പറഞ്ഞു നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കായിരുന്നു. ഇനി അത് നടക്കില്ല. ഈ നാട്ടിലെ ക്രൈസ്തവർക്ക് കിട്ടേണ്ടത്, ഈ നാട്ടിലെ ഈഴവർക്ക് കിട്ടേണ്ടത്, ഈ നാട്ടിലെ പട്ടികജാതിക്കാർക്ക് കിട്ടേണ്ടവർ, ഈ നാട്ടിലെ സാധാരണക്കാരന് കിട്ടേണ്ട മുഴുവൻ ആനുകൂല്യം കൊടുത്തേ പറ്റൂ. അത് ഏതെങ്കിലും മതവിഭാഗത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സംവരണത്തിനെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി രംഗത്ത് വരും. ഒരു സംശയവുമില്ല, അനുവദിക്കില്ല. അതാണ് വെള്ളാപ്പള്ളി നടേശൻ വിളിച്ചു പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ വിളിച്ചു പറഞ്ഞ യാഥാർത്ഥ്യമാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടുന്ന. ജനം ചാനലിനെ അഭിനന്ദിക്കുകയാണ്. പല ചാനലുകളൊന്നും മുക്കിവെച്ചു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ യാഥാർത്ഥ്യം മുക്കിവെച്ചു. എന്നിട്ട് ഗോവിന്ദൻ മാഷ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ് ഈഴവൻ ഒളിസേവ ചെയ്തത് ചർച്ച ചെയ്തു. ഈഴവ സമൂഹത്തെ ഒളിവ് സേവ ചെയ്തു വെള്ളാപ്പള്ളി നടേശൻ. അതാണ് ചർച്ച, അതല്ല ചർച്ച. ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈഴവ സമൂഹത്തെ, ഈഴവാദി പിന്നോക്ക സമൂഹത്തെ ഈ CPM ഏതൊക്കെ രീതിയിലാണ് ചതിച്ചത്, വഞ്ചിച്ചത്, അവർക്ക് ആനുകൂല്യം നൽകാതിരുന്നത്, ഇവിടുത്തെ ക്രൈസ്തവരെ എങ്ങനെയൊക്കെയാണ് പറ്റിച്ചത്. അതാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഗോവിന്ദ മാഷ് ഇരുന്നിട്ട് ഈഴവ സമൂഹത്തെ RSSന് കൊടുത്തു. എന്താ ഈഴവ സമൂഹം CPMന് വോട്ട് ചെയ്താൽ അത് നല്ലത്, ഈഴവ സമൂഹം RSSന് വോട്ട് ചെയ്താൽ അത് വർഗീയത. അതെന്തും മര്യാദകേടാ സാർ, അതെന്തും മര്യാദകേടാ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരൊറ്റ പോയിന്റും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം, അനിൽ നമ്പ്യാർ. ഇവിടെ വേദനിക്കുന്നവന് വേണ്ടി ശബ്ദിക്കുന്നവരാണ് ഞങ്ങൾ. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, എരിഞ്ഞോളി പോയിട്ട് ആ സീനയുടെ കാര്യം ഒന്ന് സംസാരിക്കുക. CPMന്റെ കേന്ദ്രത്തിൽ കുട്ടികൾ ഓടിക്കളിക്കുമ്പോൾ ബോംബ് പൊട്ടുന്നു. ഒരു ബോംബ് പൊട്ടി ഒരു വൃദ്ധൻ മരിച്ചു. സത്യസന്ധമായ കാര്യം തിരിച്ചു പറഞ്ഞ, വെളിച്ചത്ത് പറഞ്ഞ സീന, ആ സ്ത്രീക്ക് ജീവിക്കാൻ വയ്യ. നിങ്ങളുടെ നേതാക്കന്മാരും നിങ്ങളുടെ അനുയായികളും എപ്പോ വേണേലും ഞാൻ കൊല ചെയ്യപ്പെടാം, സങ്കടത്തോടെ കൈകൂപ്പി എന്നെ കൊല്ലരുതേ എന്ന പെൺകുട്ടിയെ യാചിക്കുകയാണ് റജി ലൂക്കോസെ. നിങ്ങളൊരു CPMന്റെ സഹയാത്രികനല്ലേ, ഒന്ന് ചെല്ല്, ആ സീനെ ഒന്ന് പോയി കാണ്. എന്നിട്ട് പോരെ നിങ്ങളുടെ ഹമാസിനോടുള്ള താല്പര്യം, നമ്മുടെ നാട്ടിലെ കാശ്മീരിലെ കാര്യം ഒന്ന് കാണ്. എന്നിട്ട് പോരെ ഹമാസിനോടുള്ള നിങ്ങളുടെ പ്രേമം. നിങ്ങൾ ഹമാസിന് വേണ്ടി സംസാരിച്ചു. നിങ്ങൾ പറഞ്ഞു ഈ നാട്ടിലെ മുസ്ലിം രണ്ടാം തരം പൗരന്മാരാണ്, ഈ നാട്ടിലെ മുസ്ലിമിനെ രണ്ടാം തരം പൗരന്മാരാക്കുകയാണ് BJP. ഈ മുസ്ലിം സമൂഹത്തെ നിങ്ങൾ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചു. അവരെന്ത് ചെയ്തു? കയ്യിലേ പോയി, അവര് നേരെ അങ്ങോട്ടാ പോയത്. നിങ്ങൾക്ക് കൊക്കിന് വെച്ചത് ഞാൻ പറഞ്ഞല്ലേ, സാധാരണ പറയാറുണ്ടല്ലോ, അതാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്താം. 2004 സംഭവിച്ചത്, 2009 സംഭവിച്ചത്, 2014 സംഭവിച്ചത്, 2019 സംഭവിച്ചത്, 2024 സംഭവിച്ചത്, മിസ്റ്റർ റജി ലൂക്കോസ്, ഇതൊരു തുടർച്ചയായ ഇറോഷനാണ്. തൊഴിലാളി പോയി,
യുവാവ് പോയി, സ്ത്രീകൾ പോയി, സാധാരണക്കാർ പോയി, കുറെ സാമ്രാജ്യത്ത് കുറെ മുതലാളിമാര്, കുറെ കോർപ്പറേറ്റുകള് അവരെ കെട്ടിപ്പിടിച്ച് പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിന്റെ ഭരണം അത് 2026 അതിന്റെ അന്ത്യമാണ്. ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, ബൈപോളാർ പോളിസി, ബൈപോളാർ പൊളിറ്റിക്സ് കേരളത്തിൽ അവസാനിക്കുകയാണ്. ബൈപോളാർ പൊളിറ്റിക്സ് അവസാനിച്ച് ഈ ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങൾ BJP-യോടൊപ്പം വരുമ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ ഒരു UPA ഉണ്ടാക്കേണ്ടി വരും. ഒരു UPA ഭരണത്തിലേക്ക് വേണമെങ്കിൽ കേരളം പോയേക്കാം. ഒരു ബൈപോളാർ പൊളിറ്റിക്സ്, ഇടതുപക്ഷ വലതുപക്ഷ ബൈപോളാർ പൊളിറ്റിക്സിന്റെ അന്ത്യമാണ് ഗോവിന്ദൻ മാഷ് സൂചിപ്പിച്ച, വെള്ളാപ്പള്ളി സൂചിപ്പിച്ച രാഷ്ട്രീയ അടിസ്ഥാനപരമായ ബേസിക് ആയിട്ടുള്ള ആ ഒരു മുന്നേറ്റത്തിന്റെ അടിസ്ഥാനം എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.